വചനത്തിലേക്ക് തിരിയാം. ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്ത് നമുക്കൊരുമിച്ച് പല സമയങ്ങളുള്ള ഇടങ്ങളിൽ നിന്ന്, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ചേരുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസീദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങളേവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനങ്ങൾ. നമ്മുടെ കർത്താവും ദൈവവുമായ സർവശക്തിയുള്ള ഏക നിത്യ സത്യ ദൈവത്തിന്റെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനങ്ങളെ മനനം ചെയ്യുവാൻ ദൈവം നമുക്ക് നിരന്തരം ഒരുക്കിത്തരുന്ന അവസരങ്ങളെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. ആ തിരുവചന പഠനത്തിനായി ദൈവമക്കൾ കാണിക്കുന്ന ഉത്സാഹവും നിങ്ങളുടെ കൂട്ടായ്മയും എനിക്കും വളരെയധികം അനുഗ്രഹകരവും ആത്മീയ ഉത്തേജനപരവുമാണ്. വീണ്ടും നമുക്കൊരുമിച്ച് കർത്താവ് നമുക്ക് അനുവദിക്കുന്ന സമയത്തോളം തിരുവചനം പഠിക്കുവാൻ കർത്താവിൽ ആശിക്കുകയും നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ പഠനം പുരോഗമിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെയും കാണുകയുണ്ടായി, ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന ചില സംഭവ പരമ്പരകളുണ്ട്. ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന വെളിപ്പാട് പുസ്തകം ഭാവിയെപ്പറ്റി പ്രവചിക്കുന്ന ഒരു പുസ്തകമാണ്. സഭയുടെ ഭാവിയെക്കുറിച്ചും സാത്താൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ വെളിപ്പാട് പുസ്തകം പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാവിയുടെ പ്രവചനം എന്ന് മാത്രമല്ല, ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്ന സംഭവ പരമ്പരകളെ യേശു കർത്താവ് മറനീക്കി യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നതും യോഹന്നാൻ അത് നമുക്ക് എഴുതി തരുന്നതുമായ ഒരു ഗ്രന്ഥമാണത്. അതുകൊണ്ട് സഭ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളുടെ ഭാവി എന്താകും എന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നതോടൊപ്പം വ്യക്തികളുടെയും ഭാവിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തികളുടെയും ഭാവിയെക്കുറിച്ച്. അതിലാണ് ഞാൻ പറഞ്ഞത്, എതിർ ക്രിസ്തു ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ഭാവിയെപ്പറ്റി, സാത്താൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ഭാവിയെപ്പറ്റി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ രേഖകളുണ്ട്. നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ തുടക്കമാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കണ്ടു തുടങ്ങിയത്. പറഞ്ഞത് മനസ്സിലായല്ലോ. വെളിപ്പാട് പുസ്തകം, we have to understand or interpret the book of Revelation in a futuristic way. ഭാവിക സംഭവ പരമ്പരകളുടെ ഒരു പുസ്തകമായി വേണം നാം വെളിപ്പാട് പുസ്തകത്തെ കാണുവാനും അതിൽ ഉള്ള കാര്യങ്ങളെ വ്യാഖ്യാനിക്കുവാനും. ആ ഭാവികാലം എന്ന് പറയുന്നതിന് 2 തലങ്ങൾ ഉള്ളതായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന്, വ്യക്തികളുടെ ഭാവിയെക്കുറിച്ച് പറയുന്നു, സഭയുടെ ഭാവിയെക്കുറിച്ച് പറയുന്നു, യെരുശലേമിന്റെ ഭാവിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ സഭ തുടങ്ങിയുള്ള സ്ഥാപനങ്ങളുടെ ഭാവി, പല രാജ്യങ്ങളുടെ ഭാവി,
മർമ്മം മഹദിയ ബാബിലോൺ എന്ന വ്യാജ മതത്തിന്റെ ഭാവി യേശുക്രിസ്തുവിന് ഭാവിയിൽ ഉണ്ടാകുവാനുള്ള മഹത്വം, ക്രിസ്തു ഭാവിയിൽ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന രാജ്യഭാരം ഏറ്റെടുക്കുന്ന മഹത്വകരമായ വിഷയങ്ങൾ, ഇവയെല്ലാം ഇങ്ങനെ സ്ഥാപനങ്ങൾ, രാജ്യങ്ങൾ, ഭരണകൂടങ്ങൾ, വ്യക്തികൾ, ഇവരുടെയൊക്കെ ഭാവിയെപ്പറ്റി വെളിപ്പാട് പുസ്തകം പറയുന്നു. രണ്ടാമത്തെ തലം ഭാവിയിൽ നടക്കേണ്ടുന്ന സംഭവ പരമ്പരകളെ അത് അനാവരണം ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? വെളിപ്പാട് പുസ്തകം ഒരു ഭാവികാല പുസ്തകം എന്ന് പറയുമ്പോൾ ഉള്ള രണ്ടർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മുൻപോട്ട് പോകാമല്ലോ. പാസ്റ്റർ, മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ എണ്ണയ്ക്കും വീഞ്ഞിനും കേടി വരുത്തരുതെന്ന് പറയുന്നില്ല, അത് മനസ്സിലായില്ല എന്തോ. ശരി, അവിടെ ആ വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പും ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടു വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്നും ഒരു ശബ്ദം ഞാൻ കേട്ടു. സ്തോത്രം. ക്ഷാമം എന്തിനു മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്? ഗോതമ്പിനും യവവും എന്ന് പറഞ്ഞാൽ ധാന്യത്തിന്. നമ്മുടെ ഇവിടുത്തെ കണക്കിന് പറയാറുണ്ടെങ്കിൽ അരിയും ഗോതമ്പും എന്നൊക്കെ പറഞ്ഞു. യവം അന്ന് വിലക്കുറവുള്ളതാണ്. ഗോതമ്പിന്, അതായത് ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ് ലഭിക്കുമ്പോൾ യവം 3 ഇടങ്ങഴി. അപ്പൊ അത് വിലക്കുറവുള്ളതാണ്. അതുകൊണ്ട് ക്ഷാമം വരുന്ന സമയത്ത് ഈ വിലക്കുറഞ്ഞ സാധനമാണ് വാങ്ങി കഴിക്കുക. യവം മേടിച്ചാൽ 3 നേരം കഴിക്കാം, ഗോതമ്പ് മേടിച്ചാൽ 1 നേരം കഴിക്കാം. അപ്പോൾ അവിടെ ക്ഷാമം ധാന്യങ്ങൾക്കാണ്, ഭക്ഷണ ധാന്യങ്ങൾക്കാണ്. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എണ്ണ അവർക്ക് ലഭിക്കുമായിരുന്നത് ഒലിവെണ്ണയാണ്. പിന്നെ വീഞ്ഞ് ലഭിക്കുന്നത് മുന്തിരിങ്ങായിൽ നിന്ന് അല്ലെങ്കിൽ മുന്തിരിവള്ളിയിൽ നിന്ന്. അതിന് രണ്ടിനും എന്തു വേണ്ട? ക്ഷാമം വേണ്ട, അല്ലെങ്കിൽ അതിന് കേടുവരുത്തരുത്. ഈ ഒലിവ് വൃക്ഷം, അത് വൃക്ഷമാണ്. ഗോതമ്പും യവവും എല്ലാ വർഷവും പ്രത്യേക സമയത്ത് വിളവിറക്കുന്നത് പോലെ ഓരോ വർഷവും വിളവിറക്കി എടുക്കേണ്ട ഒന്നല്ല ഒലിവ് കായ്കൾ, അല്ലെങ്കിൽ ഒലിവ് കായ്കളിലൂടെ ലഭിക്കുന്ന ഒലിവെണ്ണ. അത് സ്വാഭാവികമായിട്ട് തന്നെ കായ്ച്ചുകൊള്ളും. അതുപോലെ തന്നെ
വീഞ്ഞിന് അത് കൃഷി ചെയ്യേണ്ടതുണ്ടെങ്കിലും മറ്റ് ഗോതമ്പും യവവും ഒക്കെ കൃഷി ചെയ്യുന്നത് പോലെ കൃഷി ചെയ്യാതെ തന്നെ അതിൻ്റെ മുന്തിരിവള്ളി, അതിൻ്റെ മുന്തിരി തല കൊണ്ട് ഫലമുണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ രണ്ടിനെയും ബാധിക്കേണ്ട, അല്ലെങ്കിൽ അവയ്ക്ക് കേടുവരുത്തേണ്ടതില്ല. പകരം എല്ലാ സീസണിലും എല്ലാ ഋതുക്കളിലും കാലം നോക്കി മഴ നോക്കി ഒക്കെ കൃഷി ഇറക്കേണ്ട ധാന്യങ്ങൾക്ക് കേടുവരുത്തിയാൽ മതി. അപ്പോൾ ധാന്യങ്ങളല്ലാതെ മറ്റുള്ളവയ്ക്ക് കേടുവരുത്തേണ്ടതില്ല എന്ന ഒരു പ്ലെയിനായിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കൃഷിസ്ഥലങ്ങളിൽ കൾട്ടിവേഷൻ, ഫാമിംഗ്, അതിനെയാണ് ഇത് ബാധിക്കുന്നത്. അതല്ലാതെ വൃക്ഷങ്ങളുടെ ഫലത്തിനോ മുന്തിരിവള്ളിയുടെ അത് സമയാസമയത്ത് ഒരു പ്രാവശ്യം നടുകയാണെങ്കിൽ എല്ലാ വർഷവും നടേണ്ടതില്ല. ചില പ്രത്യേക സമയങ്ങളിൽ അത് ഡ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് തന്നെ കായ്ക്കുകയാണ് പതിവ്. നമ്മുടെയൊക്കെ വീടുകളിലും ആരുടെയെങ്കിലും ഒക്കെ വീടുകളിൽ ചിലപ്പോൾ കാണും ഒന്നോ രണ്ടോ ഒക്കെ മുന്തിരിവള്ളികൾ. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട. അതായത് നമ്മുടെ നാട്ടിലെ എന്താണ് പറയുന്നത്, കോവയ്ക്ക, അത് ഒരു സമയത്ത് ഒരു തൈ വെച്ചാൽ അത് പിന്നെ എല്ലാ വർഷവും ഒന്നും കൊണ്ടുവയ്ക്കേണ്ടതില്ല, താനേ കായ്ച്ചുകൊള്ളും. ഇതുപോലെ താനേ കായ്ക്കുന്നതാണ് ഇവ രണ്ടും. എന്നാൽ ഗോതമ്പ് അങ്ങനെയല്ലല്ലോ. യവം അല്ലെങ്കിൽ നമ്മുടെ നെല്ല് അല്ലെ പച്ചക്കറികൾ അങ്ങനെയല്ലല്ലോ. സമയാസമയത്ത് കൃഷി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ആ കൃഷികളെ മാത്രം ബാധിക്കുന്ന ഒന്നാണിത്. അതല്ലാതെ ഉള്ളതിനെ വെറുതെ വിട്ടേക്കുക. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പിന്നീട് വരുന്നുണ്ട്. ഇപ്പോൾ അതിനെ ബാധിക്കേണ്ട എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഓക്കെ. അപ്പം എണ്ണയും വീഞ്ഞും മാത്രം ഉണ്ടായാലും കാര്യം നടക്കത്തില്ലല്ലോ. ധാന്യം കൂടാതെ ഭക്ഷണം വയറ് നിറയാൻ, ആരോഗ്യം വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ക്ഷാമമെന്ന് വിളിക്കുന്നു. ദാരിദ്ര്യം. പണവുമില്ല, പണമുണ്ടെങ്കിലും ധാന്യമില്ല. ഞാൻ ഇന്ന് ഓൺലൈനിൽ ആമസോണിൽ നിന്നൊരു സാധനം വാങ്ങുകയായിരുന്നു. ഞാൻ 3 പാക്കറ്റിന് ഓർഡർ കൊടുത്തു. അത് പൈസ കൊടുക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, സോറി, ഞങ്ങളുടെ പക്കൽ സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഈ സാധനം വാങ്ങുന്നതിന് പരിധിയുണ്ട്. അപ്പൊ സാധനം കുറവാണെങ്കിൽ പണം ഉണ്ടായാലും കിട്ടില്ല. മറ്റൊന്ന്, സാധനം ഉണ്ടായാലും പണം ഇല്ലെങ്കിൽ കിട്ടില്ല. ഇവിടെ പണവും ഇല്ല, സാധനവും ഇല്ല എന്നൊരു സ്ഥിതിയാണ്. പിന്നെ പണക്കാരുടെ കയ്യിലൊക്കെ ഒരു പക്ഷേ കാശ് കണ്ടേക്കാം. എന്നാലും ആ സമയമൊക്കെ ആകുമ്പോഴേക്കും, പ്രത്യേകിച്ച് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് സാമ്പത്തിക നിബന്ധനകളൊക്കെ വരും. സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇഷ്ടം പോലൊന്നും വിനിയോഗിക്കുവാൻ കഴിയില്ല. അതിനൊക്കെ വിലക്കുകൾ ഏർപ്പെടുത്തപ്പെടാം. എൻ്റെ പക്കൽ ഒരു 5-6 മുറിയുള്ള വീടുണ്ട് എന്ന് വെച്ച് അതിൽ മുഴുവനും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നില്ല ആ സമയം.
ഇത് ക്രിസ്തുവിന്റെ ഭരണം അങ്ങനെയുള്ള ഒരു ഭരണകാലമായിരിക്കും. അതുകൊണ്ട് പണം ഉണ്ടെങ്കിലും സാധനം റേഷനായിട്ടേ കിട്ടൂ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ ആ സർക്കാർ ഏർപ്പെടുത്തുന്ന കടകളിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ കാണൂ. അതല്ലാതെ പ്രൈവറ്റ് കടകളോ കച്ചവടങ്ങളോ ഒന്നും അനുവദനീയമായിരിക്കില്ല. എല്ലാം സർക്കാർ ഏറ്റെടുക്കും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടും കണ്ടിട്ടും ഉണ്ടാവുമല്ലോ. സ്റ്റേറ്റ് ഈസ് എവറിത്തിങ്. രാജ്യമാണ് ഏറ്റവും പ്രധാനം. രാജ്യമാണ്. ജോലി ചെയ്തോ പണം ഉണ്ടാക്കിക്കോ, പക്ഷേ സമ്പാദിക്കാൻ ഇത്രയ്ക്കിത്രേ പറ്റൂ. സമ്പാദിച്ചോ വിനിയോഗിക്കുവാൻ ഇത്രയ്ക്കിത്രേ പറ്റൂ എന്ന ഒരു നിയമം അന്ന് കർക്കശമായിരിക്കും. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും ഉണ്ടല്ലോ. ഇവൻ നമ്മുടെ രാജ്യത്ത് തന്നെ പണ ഇടപാടുകൾക്ക് പരിമിതികളുണ്ട്, പരിധികളുണ്ട്. ഇനി വൈറ്റ് മണി ആയാൽ പോലും, ബ്ലാക്ക് മണിയുടെ പേരാണ് കൂടുതലും കേൾക്കുന്നത്. വൈറ്റ് മണി ആയാൽ പോലും അതിൻ്റെ ക്രയവിക്രയത്തിന് നമ്മുടെ രാജ്യത്ത് പരിധികളുണ്ട്. ഡൊണേഷൻ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത്ര രൂപയ്ക്കകമേ പറ്റൂ. ജോലി ചെയ്ത കൂലി ഇത്ര രൂപയ്ക്കകമാണെങ്കിലേ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ തന്നെ നിബന്ധനകളുണ്ട്, പരിമിതികളുണ്ട്. അന്ന് അതിലൊക്കെ കൂടുതലായിരിക്കും. ഇന്ന് കബളിപ്പിച്ചൊക്കെ കൊണ്ടുപോവാ. ഇത് പരിശോധിക്കുന്നയാളിന് 10 രൂപ കൊടുക്കുകയാണെങ്കിൽ അവർ കണ്ണടച്ച് കളയും. അപ്പോൾ ഇന്ന് അഴിമതികളുണ്ട്. അന്ന് എല്ലാം ഡിജിറ്റലി കൺട്രോൾ ചെയ്യപ്പെടും, സർവെയിൽ ചെയ്യപ്പെടും. പ്രൈവസി ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ആ ചിപ്പുകൾ കൂടെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രൈവസി ഇല്ല. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എവിടെ എത്തി എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടവർക്കറിയാം. നമ്മൾ തന്നെ ടാക്സിക്ക് ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഒത്തിരി കോൾ ടാക്സികളുണ്ട്. ഊബർ പോലെ, ഓല, റാപ്പിഡോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സംഗതികൾ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം യാത്രയൊക്കെ ആ വാഹനങ്ങളിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇപ്പൊ നമ്മൾ മക്കളെ തന്നെ സ്കൂളിലോ കോളേജിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ഈ വാഹനത്തിൽ വിട്ടിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ട്രാക്ക് ചെയ്യുന്നു. ഇപ്പൊ GPS ഘടിപ്പിച്ച വാഹനങ്ങളെക്കാൾ വളരെ ശക്തിയോടെ, വളരെ കൃത്യതയോടെ ഈ ചിപ്പുകൾ ഘടിപ്പിച്ച മനുഷ്യരെ ട്രാക്ക് ചെയ്യാം. അവരുടെ സകല രഹസ്യങ്ങളും അറിയാം. അതുകൊണ്ട് യാതൊന്നും അവർക്ക് രഹസ്യങ്ങളായിട്ടുണ്ടാവില്ല, സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു റേഷൻ സ്ഥിതിയിലേക്ക് ആ കാലം മാറ്റപ്പെടും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പ്രസംഗകരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഉള്ള കാശെല്ലാം കൂടെ എതിർ ക്രിസ്തുവിന് വേണ്ടി ഇട്ട് കൊടുക്കാതെ എടുത്ത് സുവിശേഷത്തിന് വേണ്ടി ചെലവഴിക്കാൻ. ഇന്ന് സ്വരുക്കൂട്ടി വെക്കുന്ന പല ബാങ്ക് അക്കൗണ്ടുകളും ജീവകാലത്ത് ഉപയോഗിക്കാൻ കഴിയാതെ ഭാവിയിലേക്ക് പ്രയോജനമില്ലാത്ത നിലയിൽ ആയിത്തീരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ എത്രയോ കോടിക്കണക്കിന് രൂപയാണ്
അവകാശികളില്ലാതെ ബാങ്കുകളിൽ കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള അവകാശികളില്ലാത്ത ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന പണം പത്തനംതിട്ട ജില്ലയിലാണെന്നാണ് വാർത്തകൾ. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ അത് കൂടുതലും പെന്തക്കോസ്തുകാരുടേതായിരിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ടാണ് പല പ്രസംഗകരും പറയാറുള്ളത്, എതിർ ക്രിസ്തുവിന്റെ കാലത്തിന് വേണ്ടി വെറുതെ സ്വരുക്കൂട്ടി വെച്ചേക്കാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ ഉപയോഗിക്കുകയും സുവിശേഷത്തിന് വേണ്ടി സാധുക്കൾക്ക് വേണ്ടിയും ചിലവഴിക്കുകയും ചെയ്യുക എന്ന്. അപ്പൊ ക്ഷാമത്തിന്റെ വിഷയം ഇങ്ങനെയാണ്. ധാന്യത്തിന്റെ ദൗർലഭ്യത, പണത്തിന്റെ ദൗർലഭ്യം, ഇത് രണ്ടും ആ സമയത്തുണ്ടാകും. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും ഗവൺമെന്റ് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഒരു ആൾക്ക് ഇത്രയേ പറ്റൂ, ഇതിൽ കൂടുതൽ സാധ്യമല്ല. അങ്ങനെ വന്നാലും ക്ഷാമമുണ്ടാകാം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും ഒരു ലഭ്യതക്കുറവും ഇല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ എണ്ണയും വീഞ്ഞും കൊണ്ട് മാത്രം ഉപജീവിക്കാൻ സാധ്യമല്ലല്ലോ. ഇനി അത് ധാരാളം ഉണ്ടെങ്കിൽ വിറ്റാലും കാശ് കിട്ടിയാലും ഗോതമ്പോ യവവോ മേടിക്കാൻ കിട്ടണ്ടേ? അതുകൊണ്ട് പണം എത്ര ഉണ്ടായാലും ക്ഷാമം അന്ന് കഠിനമായിരിക്കും. കാരണങ്ങൾ: ലഭ്യതക്കുറവ്, പണത്തിന്റെ കുറവ്. ഇത് രണ്ടുമില്ലെങ്കിലും നിയമം, സർക്കാരിന്റെ അന്നത്തെ നിയമം വളരെ കാർക്കശ്യമുള്ളതായിരിക്കും. ഇപ്പോൾ അത് വ്യക്തമായോ? സ്തോത്രം. നമ്മൾ ഇന്നലെ 4-ാമത്തെ കുതിരയെ കണ്ടിരുന്നു അല്ലേ? നാലാമത്തെ കുതിര, അതിന്റെ നിറം, അല്ലെങ്കിൽ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോഴത്തെ വിഷയം. 7ഉം 8ഉം വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചാട്ടെ. 7 and 8. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടും മൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. 4-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ 4-മതൊരു കുതിര, മഞ്ഞ നിറം. ഇന്നലെ ഞാനതെ പറ്റി പറഞ്ഞിരുന്നു. ചോര നിറം നഷ്ടപ്പെട്ട മഞ്ഞളുപ്പിന്റെ, മരണത്തിന്റെ നിറമാണ് ഇത് എന്ന്. ആദ്യത്തെ, ഇതിനു മുമ്പുള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോൾ, വിശേഷിച്ച് 2-മത്തെയും 3-മത്തെയും മുദ്രകൾ പൊട്ടിച്ചപ്പോൾ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളുടെ പരിസമാപ്തി നമുക്ക് ഈ 4-ാം മുദ്ര ഭേദനത്തിൽ കാണാം. എന്താണ്? 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ തമ്മിൽ കൊല്ലുവാൻ സമാധാനമെടുത്തു കളയുന്ന വാളയക്കുന്ന അവസ്ഥ. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ക്ഷാമം, പഞ്ഞം. ഇതിന്റെ രണ്ടിന്റെയും പരിണിത ഫലം എന്താണ്? മരണം. അപ്പോൾ ആ മരണമാണ് ഇവിടെ 4-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉള്ളത്. ക്ഷാമം നിമിത്തം ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ, തമ്മിൽ വാളുകൊണ്ട് വെട്ടി അല്ലെ കുത്തി കൊലപാതകം നടത്തുമ്പോൾ, വർദ്ധിച്ചു വരുന്ന മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും വിശപ്പിന്റെയും ഒക്കെ ഫലമായി
എന്ത് സംഭവിക്കുന്നു? പകർച്ചവ്യാധികൾ തന്നെ ഉണ്ടാകുന്നു. അതും മരണത്തിന് ഇടയാകും. അപ്പൊ മനുഷ്യർ എങ്ങനെ ചാകത്തക്കവണ്ണമാണ് ഈ നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത്? വാളുകൊണ്ട്, ക്ഷാമം കൊണ്ട്, വാളുകൊണ്ട്, മഹാവ്യാധി കൊണ്ട്, പിന്നെ കാട്ടുമൃഗങ്ങളെ കൊണ്ട്. ഏതായാലും ഈ 4 വിധത്തിൽ മരണം സംഭവിക്കുന്നു. അപ്പോൾ ഈ മരണത്താൽ എന്താണ് നമ്മൾ കാണുന്നത്? പാതാളം അവനെ പിന്തുടർന്നു. പാതാളം എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലം. വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പോയി ചാരുകസേരയിൽ AC ഒക്കെ ഇട്ട് കിടക്കുന്ന ഒരു വിശ്രമം എന്ന് കരുതരുത്. മരണത്തിനും ന്യായവിധിക്കുമിടയിൽ മരിച്ചവരുടെ ആത്മാക്കളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് പാതാളം. ഹെയ്ഡീസ്, HADES, ഹെയ്ഡീസ്. ഗ്രീക്കിൽ അങ്ങനെയാണ് പറയുന്നത്. ഹെയ്ഡ്സ് എന്നും പറയാറുണ്ട്. എന്നാൽ ഗ്രീക്കിൽ എഴുതുന്നതനുസരിച്ച് ഈസ്, ഹെയ്ഡീസ് എന്നുള്ളതാണ് ശരി. ഇംഗ്ലീഷിൽ ഹെയ്ഡ്സ് എന്ന് വായിക്കാം. HEDES. DE ലോങ് E ആണ്. ഹെയ്ഡീസ്. മനസ്സിലായല്ലോ? മരണത്തിനും ന്യായവിധിക്കുമിടയിൽ മരിച്ചുപോയവരുടെ ആത്മാക്കളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് എബ്രായ ഭാഷയിൽ ഷിയോൾ, ഗ്രീക്ക് ഭാഷയിൽ ഹെയ്ഡീസ്, അല്ലെങ്കിൽ പാതാളം. മരണം എവിടെയുണ്ടോ അവിടെ പാതാളവും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച മരണത്തെയും പാതാളത്തെയും തീപ്പികയിൽ തള്ളിയിട്ടു എന്ന് നമ്മൾ 20-ാം അധ്യായം വെളിപ്പാടിൽ വായിക്കുന്നുണ്ട്, 14-ഉം 15-ഉം വാക്യങ്ങളിൽ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് യാത്ര. ഇവർ രണ്ടുപേരും കൂടപ്പിറപ്പുകളാണ്, പാർട്ട്നേഴ്സാണ്, പങ്കാളികളാണിവർ. മരണവും പാതാളവും. പാട്ടും അങ്ങനെയാണുള്ളത്. ഹേ മരണമേ, ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാറുണ്ടല്ലോ. 1/4 ജനസംഖ്യയെ ഈ സംഭവം കൊന്നു തീർക്കുമെന്നാണ് നാം വായിക്കുന്നത്. 1/4 ജനസംഖ്യയെ. അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മൊത്തം ജനസംഖ്യയുടെ 1/4 ഈ ബാധകളാൽ, വാളിനാൽ, യുദ്ധത്താൽ, ക്ഷാമത്താൽ, പകർച്ചവ്യാധികളാൽ, കാട്ടുമൃഗങ്ങളാൽ ഇല്ലാതെയാവും. അന്നത്തെ ഭീകരാവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ. ഇന്ന് യേശുവിനെ വിരോധിക്കുകയും യേശുവിന്റെ ജനത്തെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്നവർ പോലും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നത് ദൈവത്തിന്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഒരു കൊച്ചു പെൺകുട്ടി, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടി. ചില ദിവസങ്ങൾ
പിന്നിട്ടപ്പോൾ ആ കുട്ടിയുടെ നോട്ട്ബുക്സും ഒക്കെ എന്നെ കാണിച്ചു. അതിലൊക്കെ സ്മൈലി ഫേസസ്. മൊബൈലും ഒന്നും ഇല്ലാതിരുന്നൊരു കാലമാകട്ടോ. ഇപ്പം പിന്നെ മൊബൈലിനകത്തൊക്കെ അങ്ങ് സ്മൈലി ആണ്. പിന്നെ എല്ലാവരും കൈയും കൂപ്പിയൊക്കെ നിൽക്കുന്നതാ എപ്പോഴും. അന്ന് ഇതൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പൊ ആ കുട്ടി തന്റെ ബുക്കിലൊക്കെ ഒത്തിരി അങ്ങനെയുള്ള പടങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നു. ഇടയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നു ജോയ് സ്പ്രെഡർ, ജോയ് സ്പ്രെഡർ, സന്തോഷം പകർത്തുന്ന ആൾ, സന്തോഷം പകരുന്നയാൾ എന്നൊക്കെ. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഐ എം എ ജോയ് സ്പ്രെഡർ. ഞാനൊരു സന്തോഷം പരത്തുന്നയാളാണ്. പിന്നീടാണ് അറിയുന്നത് ആ കുടുംബത്തിൽ വളരെ കലഹങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് അപ്പനും അമ്മയും തമ്മിൽ, വീട്ടുകാർ തമ്മിലൊക്കെ. അപ്പൊ പറഞ്ഞു അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങളുള്ള സമയത്ത് ഇവരെ എല്ലാം സന്തോഷിപ്പിക്കുന്ന, ഇവർക്കിടയിലെ പ്രശ്നങ്ങളെ ചിരിച്ച് കളയുമാറാക്കുന്ന ഒരു പണിയാണ് ഞാൻ ചെയ്യുന്നത്. ആ കുട്ടി ആ വീടിന്റെ ഐശ്വര്യമായി, ആ കുട്ടി ആ വീടിന്റെ സ്വസ്ഥതയായി, സമാധാനമായി നിലനിന്നു. ഇതുപോലെ എന്തു വേണം? ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ ഒരു ജോയ് സ്പ്രെഡറാണ്. ദൈവസഭ ഈ ഭൂമിയിൽ ഒരു സമാധാനം പകരുന്നയാളാണ്, ഒരു 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 അവസ്ഥയാണ്. എന്നാൽ ദൈവത്തിന്റെ സഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ഈ സംഭവങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുമെന്ന് പറയുന്നതിനും ഇതാണ് കാരണം, ഒരു കാരണം. സ്തോത്രം. എന്തേ? ഇങ്ങനെ വല്ലാത്ത അസമാധാനത്തിന്റെയും ക്ഷാമത്തിന്റെയും മരണത്തിന്റെയും ഭീകരതയുടെയും അവസ്ഥ ദൈവസഭ ഈ ഭൂമിയിൽ ഉള്ളപ്പോഴല്ല സംഭവിക്കുന്നത്. സഭ പോലും അറിയാതെ സഭ ഇവിടെ ഒരു സന്തുലിതാവസ്ഥയെ നൽകുന്നുണ്ട്. സഭ പോലും അറിയാതെ ഒരു സന്തുലിതാവസ്ഥയെ നൽകുന്നുണ്ട്. സ്തോത്രം. ദുഷ്ടനോടുകൂടെ നീതിമാനെയും സംഹരിക്കാത്ത, നശിപ്പിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നാം കാണുന്നത്. മരണത്തിനുള്ള പല കാരണങ്ങൾ, അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പല മാധ്യമങ്ങൾ. എങ്ങും സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സ്നേഹമില്ലാതെ, തമ്മിൽ മനുഷ്യർ കൊന്നുമുടിക്കുന്ന ഒരു കാലം, പകർച്ചവ്യാധികളുടെ ഒരു കാലം. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നും പറഞ്ഞുകൊണ്ടാ ഇവൻ ഭരണം തുടങ്ങുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, പ്രകൃതിയാലുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ളത്, ഇങ്ങനെ വിവിധമായ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തും എന്ന വാഗ്ദത്തം കൊടുത്താണ്
എതിർ ക്രിസ്തു ഭരണത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അവൻ 7 വർഷത്തെ സമാധാന നിയമം വയ്ക്കുന്നത്. എല്ലാവരും ക്ഷീണിച്ചു വശായി അവന് തങ്ങളുടെ രാജ്യം, തങ്ങളുടെ അധികാരം, സ്വാതന്ത്ര്യം, സിംഹാസനം കൈമാറുന്നതും ഇക്കാരണത്താല. സാരമില്ല, ഞങ്ങളുടെ കസേര പോയാലും സ്വസ്ഥമായിട്ടൊന്ന് കഴിഞ്ഞാൽ മതി, ഈ ഒരു ആഗ്രഹം. അവൻ പറഞ്ഞു, ഞാൻ ഉള്ളിടത്തോളം. എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. തുടക്കത്തിൽ പ്രതീക്ഷ വാനോളം പൊങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, യെരുശലേം പ്രശ്നം, പാലസ്തീൻ പ്രശ്നത്തെ വളരെ അമിക്കബിളായിട്ട്, വളരെ തന്മയത്വത്തോടെ, സമാധാനപരമായി അവൻ പരിഹരിക്കും. മുസ്ലിംസിനും അല്ലെങ്കിൽ അറബികൾക്കും പ്രശ്നമില്ല, യഹൂദനും പ്രശ്നമില്ലാത്തതുപോലെ ഇരുകൂട്ടരും സ്വൈര്യമായി അവിടെ കഴിയുവാൻ ഒക്കുന്നത് പോലെ അവൻ ആദ്യം കാര്യങ്ങളെ ക്രമപ്പെടുത്തും. പക്ഷേ അധിക നാൾ ആ സമാധാനമൊന്നും നീണ്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് കഴിയുമ്പോഴേക്കും പണ്ടത്തേതിന്റെ പിന്നത്തേതായിട്ട് മാറുക പ്രശ്നം. അതാണ് 4-ാം മുദ്രാഭേദനത്തിൽ നാം കാണുന്നത്. എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഒന്നും ഇല്ല എങ്കിൽ 5-ാമത്തെ മുദ്രാഭേദനത്തിലേക്ക് നമുക്ക് പോകാം. 9-ാമത്തെ വാക്യമാണ്. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. സ്തോത്രം. കുഞ്ഞാട് 5-ാം മുദ്ര പൊട്ടിക്കുന്നു. അപ്പോൾ അവിടെ കാണുന്നത് ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും വാളുകൾ കൊണ്ട് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ, അതായത് രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് കാണുന്നത്. 5-ാം മുദ്രാ ഭേദനത്തിൽ കാണുന്നത് രക്തസാക്ഷികളുടെ ആത്മാക്കൾ. ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും. Because of the word of God and for the testimony they had borne. അവരുടെ സാക്ഷ്യം. 2 ദൈവവചനം. ഇത് നിമിത്തം കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ അടുക്കൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു. അപ്പൊ പ്രതികാരത്തിനായി, to avenge, to take revenge, പ്രതികാരത്തിനായിട്ട് യാഗപീഠത്തിന്റെ അടിയിൽ നിന്നും നിലവിളിക്കുന്ന മരിച്ചുപോയവരുടെ ആത്മാക്കൾ, അതായത് രക്തസാക്ഷികളുടെ ആത്മാക്കൾ. അവരെയാണ് ഇവിടെ കാണുന്നത്. ഇവരാരാണ് ഈ രക്തസാക്ഷികൾ?
ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും കൊല്ലപ്പെടുന്ന ഇവർ ആരാണ്? മഹാപീഡനകാലത്തെ രക്തസാക്ഷികളാണ്. അതെ, മഹാപീഡനകാല വിശുദ്ധന്മാർ എന്ന് അവരെ വിളിക്കും. ട്രിബുലേഷൻ സെയിൻസ് എന്നാണ് അവരെ വിളിക്കുക. ട്രിബുലേഷൻ സെയിൻസ്, മഹാപീഡനകാലത്തെ രക്തസാക്ഷികളായി മരിക്കുന്ന വിശുദ്ധന്മാരാണവർ. അവരുടെ എണ്ണം, അവരുടെ സംഖ്യ എന്തുമാത്രമുണ്ട്? ഏഴാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 7:9, 7:9. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ചും കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്തുമാത്രമുണ്ട്? അവരുടെ സംഖ്യയെക്കുറിച്ച് എന്താ പറയുന്നത്? എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം, എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷൻ. അതിന്റെ 13-ാമത്തെ വാക്യം, 7:13. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ ഇവരാരാണ് എന്ന് യോഹന്നാനോട് ചോദിക്കുകയാണ്. യോഹന്നാന്റെ ഉത്തരമാണ് 14-ാം വാക്യം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൽ. അപ്പോൾ ഇവർ എവിടെ നിന്നും വന്നു? ഇവരാരാണ് എന്നവിടെ പറയുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. മഹാകഷ്ടം, ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്ന രക്തസാക്ഷികൾ അവർ ആരാണെന്ന? മഹാപീഡനകാലത്തെ, മഹാക്ലേശകാലത്തെ വിശുദ്ധന്മാരാണ്. മഹാക്ലേശത്തിലൂടെ കടന്നു വന്നവർ. അവരുടെ സംഖ്യ ആർക്കും എണ്ണിക്കൂടാത്തതുപോലെ അധികമാണ്. സ്തോത്രം. അവർ മരിക്കാനുള്ള കാരണം ദൈവവചനം, 2 തങ്ങളുടെ സാക്ഷ്യം. ദൈവവചനം, തങ്ങളുടെ സാക്ഷ്യം. ഇതിനൊരു വലിയ സാധ്യത നാം കാണുന്നത്, നമ്മൾ നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുള്ളത് പോലെ, ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ ഉള്ള എല്ലാ അംഗങ്ങളും ഒന്നും സ്വർഗത്തിൽ പോകും എന്ന് ഗ്യാരണ്ടി ഇല്ല. എല്ലാ ക്രിസ്ത്യാനികളും പോകുമെന്നോ പട്ടക്കാരും പാസ്റ്റർമാരും പോകുമെന്നോ ഉറപ്പില്ല. ഒരു ചെറിയ സംഘം മാത്രമേ പോകുവാനിടയുള്ളൂ. സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, കൊണ്ടുപോകാൻ
മനസ്സില്ലാഞ്ഞിട്ടും അല്ല. കൃപയാലാണ് രക്ഷ, സൗജന്യമായാണ് രക്ഷ എന്നു വന്നാലും കർത്താവിന്റെ രാജ്യത്തിൽ പോകുന്നതിന്, പ്രവേശിക്കുന്നതിന് ദൈവം ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാതെ ഉള്ളവരാരും ദൈവരാജ്യത്തിൽ എത്തുകയില്ല. അതിന് നമ്മുടെ ഇടയിലെ പ്രസംഗകര് രണ്ട് രീതിയിൽ തിരിഞ്ഞു നിന്ന് കുത്താറുണ്ട്. പ്രസംഗകർ എന്ന് പറയുന്നതിനേക്കാൾ അധ്യാപകർ എന്ന് വിളിക്കുന്നതായിരിക്കും ശരി. കാരണം പ്രസംഗികൾക്ക് ഇതൊന്നും വിഷയമല്ല. അവരടിച്ചു പൊളിച്ച് രണ്ട് കൈയൊക്കെ അടുപ്പിച്ച് ഒന്ന് വിയർപ്പിച്ച് പോകുന്നതേ ഉള്ളൂ. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നവർ രണ്ട് ചേരികളിൽ തിരിഞ്ഞു നിന്ന് പരസ്പരം കുത്താറും കൊത്താറുണ്ട്. ഒരു കൂട്ടര് ചോദിക്കുന്നത്, സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ യോഗ്യത വേണമെങ്കിൽ ആർക്ക് പ്രവേശിക്കാൻ പറ്റും? ആർക്കാ യോഗ്യത ഉള്ളത്? നമുക്ക് അങ്ങനെ വല്ല യോഗ്യതയും നേടാൻ പറ്റുമോ? അങ്ങനെ പഠിപ്പിക്കുന്നവരെ ലീഗലിസ്റ്റുകൾ എന്നാണ് വിളിക്കാറ്. ന്യായപ്രമാണ പ്രസംഗകരെന്നാണ് അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ വിളിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ പറയുന്നത്, എടോ, തനിക്ക് സ്വർഗത്തിൽ പോകത്തക്കതുപോലെ വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഇയാൾ പോകത്തില്ല, ആരും പോകത്തില്ലല്ലോ. അതുകൊണ്ട് നീ വിശുദ്ധനായിട്ടൊന്നും ജീവിച്ചില്ലേലും സാരമില്ല, നിന്റെ മേൽ കണക്കിടുന്നത് യേശുക്രിസ്തുവിന്റെ നീതിയാണ്. അതുകൊണ്ട് നിന്നെ യേശു അല്ലെങ്കിൽ നിന്നെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് നിന്റെ വിശുദ്ധി കൊണ്ടൊന്നുമല്ല, യേശുവിന്റെ നീതി കൊണ്ടാണ്. അതുകൊണ്ട് ബിന്ദാസ്, ഒരു പ്രശ്നം വേണ്ട. ഇത് രണ്ടും തെറ്റാണ് കേട്ടോ. ഞാൻ മിക്കപ്പോഴും പറയുന്നത് പോലെ ഈ രണ്ട് എക്സ്ട്രീമുകളിലേക്കും പോകുന്നത് തെറ്റാണ്. നാം ചിലതൊക്കെ ചെയ്തെങ്കിലേ നിത്യതയിലേക്ക് എത്തൂ, രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന ഭാഗം തെറ്റ്. കാരണം രക്ഷ തികച്ചും സൗജന്യമായി, കൃപയാൽ, വിശ്വാസത്താൽ. ഓർക്കണം, രക്ഷ നമുക്ക് തികച്ചും സൗജന്യമായിട്ടാണ്. രക്ഷ ദൈവത്തിന്റെ കൃപാദാനമാണ്, കൃപയാലാണ്. 3, വിശ്വാസത്താലാണ്. അപ്പോ സൗജന്യദാനമായി കൃപയാൽ വിശ്വാസത്താൽ ലഭിക്കുന്ന ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം, പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ സംഗതികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് തെറ്റ്. കാരണം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രിസ്തുവിന്റെ നീതിയാണ് ദൈവം നമ്മുടെ പേരിൽ കണക്കിടുന്നത്. തീർച്ചയായിട്ടും 2 കൊരിന്ത്യർ 5:21 നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് യേശുവിനെ പിതാവായ ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി പാപമാക്കി. എന്തിനാ? നാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അതെ, നീതീകരണം യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ മാത്രം, 100% സൗജന്യദാനം എന്ന് കരുതി വിശുദ്ധ ജീവിതം നയിക്കണ്ടേ? നമുക്ക് കൂടെ ഒന്ന് വരണേ.
നയിക്കണം. 100%. സ്തോത്രം. എന്നാൽ നമുക്ക് ദൈവത്തെ പോലെ പാപരഹിത പരിശുദ്ധരാകാൻ കഴിയുകയില്ല. ആവർത്തിക്കുന്നു, സിൻലെസ് പെർഫെക്ഷനിലേക്ക്, വിശുദ്ധിയിൽ എത്തുവാൻ നമുക്ക് സാധ്യമല്ല. അത് ദൈവം മാത്രം. ഓക്കെ, പെർഫെക്റ്റ്ലി ഹോളി, അത് ദൈവം മാത്രം. പാപരഹിതമായ പരിശുദ്ധരായി നാം ആരും തീരുന്നില്ല. പക്ഷേ ആയുസ്സോടും സുബോധത്തോടും കൂടെ നാം ഭൂമിയിൽ ആയിരിക്കുന്ന അത്രയും സമയം നമുക്ക് വിശുദ്ധിയിൽ വളരേണ്ടതുണ്ട്. യേശുവിന്റെ വിശുദ്ധി എന്നെ അങ്ങ് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് നമ്മൾ മൂലയ്ക്ക് മാറിയിരുന്നാൽ നടക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് നമ്മൾ കാണുന്ന സഭ 100% കർത്താവിന്റെ വരവിൽ പോവുകയില്ല എന്ന് പറഞ്ഞത്. സ്തോത്രം, പോവുകയില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ കർത്താവിന്റെ വരവിൽ പോകാത്തവരായി, ഇന്നത്തെ സഭയിൽ ഉൾപ്പെട്ടവരായി ധാരാളം പേർ അന്ന് കൈവിടപ്പെടും. പാസ്റ്റേഴ്സ് ഉൾപ്പെടെ, ബൈബിൾ ടീച്ചേഴ്സ് ഉൾപ്പെടെ, ഭാവികാല ശാസ്ത്രം പഠിപ്പിക്കുന്ന വിദഗ്ധന്മാർ ഉൾപ്പെടെ പലരും അന്ന് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടും. കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴേ കാര്യം മനസ്സിലാകും. സ്തോത്രം. കഴിഞ്ഞ ദിവസം 2 പേർ തമ്മിൽ സംഭാഷിക്കുന്നത് ഞാൻ കേട്ടു. വിശ്വാസികളാ 2 പേരും. ഒരാളിനെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ആ വിളിക്കുന്നയാള് ഒന്ന് ചിന്തിക്കും, അയ്യോ കർത്താവ് വന്ന് ഇയാള് പോയോ. പിന്നെ പെട്ടെന്ന് മൊബൈലിൽ സ്റ്റാറ്റസ് നോക്കും, വാട്സാപ്പിൽ ലാസ്റ്റ് സീൻ, എപ്പോഴായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ വ്യക്തി ഓൺലൈനിൽ ഉണ്ടായിരുന്നത്. പറഞ്ഞതിന്റെ സാരം എന്താ? കർത്താവ് വരും, തൻ്റെ വിശുദ്ധന്മാരെ കർത്താവ് കൂട്ടും, ബാക്കിയുള്ളവർ കൈവിടപ്പെടും. കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ തിരിച്ചറിയും, അയ്യോ പണ്ട് നമ്മൾ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഇന്നവരൊക്കെ പഠിപ്പിച്ചതും വിശ്വസിച്ചതും ഒക്കെ പോലെ ഇപ്പൊ സംഭവിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയും യേശു മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ അധിക സമയങ്ങളില്ല. ഇനിയിപ്പം മരണം വരിച്ചായാലും ഈ യേശുവിന് വേണ്ടി അങ്ങ് നിലനിൽക്കുക, വചനം അനുസരിക്കാൻ ഇവരങ്ങ് തീരുമാനിക്കും. എന്തുകൊണ്ടാ? ഇതുവരെ അവര് പ്രസംഗിച്ചതോ അവര് മറ്റുള്ളവർ പ്രസംഗിച്ച് കേട്ടതോ ആയ കാര്യങ്ങൾ കൺമുൻപിൽ നടന്നിരിക്കുന്നു. സഭയുടെ ഉൽപ്രാവണം നടന്നിരിക്കുന്നു. യേശു മധ്യാകാശത്തിൽ വന്നിരിക്കുന്നു, സഭയെ കൂടെ കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഇനിയും യേശു മഹത്വത്തോടെ ഭൂമിയിലേക്ക് വരും, വിശുദ്ധന്മാരുമൊത്ത്. ആ കാര്യങ്ങളൊക്കെ ഇവർ അഴവിറക്കിയിട്ട് കടുത്ത ഒരു തീരുമാനത്തിലേക്ക് എത്തും. ആരിനി ഞങ്ങളെ കൊന്നാലും വേണ്ടില്ല. സ്തോത്രം. എത്ര ദാരുണമായി മരിക്കേണ്ടി വന്നാലും സാരമില്ല. 7 കൊല്ലം കഴിയുമ്പം യേശു വരും.
അന്ന് യേശുവിന്റെ കൂടെ എനിക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യം. അങ്ങനെ തീരുമാനിക്കുന്ന നൂറുകണക്കിന് എണ്ണിക്കൂടാൻ കഴിയാത്തൊരു പുരുഷാരം, അതിൽ പലരെയും എതിർ ക്രിസ്തു കൊല്ലും. അവരുടെ ആത്മാക്കളെയാണ് നാം കാണുന്നത്. അതാണ് ദൈവവചനം നിമിത്തം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ അവര് തീരുമാനിച്ചത് കൊണ്ട്. അവർക്ക് മരണം സംഭവിപ്പാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന് അവരുടെ സാക്ഷ്യം, മറ്റൊന്ന് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം. ഈ രണ്ട് കാരണങ്ങളാലാണ് അവർ കൊല്ലപ്പെടുന്നത്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. അവർ ചിലർ വാദിക്കുന്നത് പുതിയ നിയമ സഭാംഗങ്ങളാണ് എന്നാണ്. സഭാംഗങ്ങളല്ല എന്നുള്ളതിന് ഒന്ന് രണ്ട് തെളിവുകൾ. ഒന്നാമത്തെ തെളിവ്, ഇവർ എന്തിനു വേണ്ടിയാ നിലവിളിക്കുന്നത്? നിങ്ങളും കൂടെ ഒന്ന് വന്നാട്ടെ. പ്രതികാരത്തിന് വേണ്ടി. അത് പുതിയ നിയമ മാതൃകയ്ക്ക് യോജിച്ചതല്ല. മനസ്സിലായോ? യേശുക്രിസ്തു തുടങ്ങി ഇങ്ങോട്ട് പുതിയ നിയമസഭ നമ്മെ കാണിച്ചു തന്നത് പ്രതികാരം ചെയ്യാനല്ല, ക്ഷമിക്കാനാണ്. യേശു കർത്താവ് തന്നെ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായിക കൊണ്ട്. സ്തെഫാനോസ് ഒരു കാരണവുമില്ലാതെ കല്ലെറിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൊല്ലുമ്പോൾ അവിടെയും എന്താ? ഇവരുടെ പാപം നിർത്തരുത്. ഇവരുടെ പാപം നിർത്തരുത്. ഗുരുനാഥനായ ക്രിസ്തുവിന്റെ അതേ മനോഭാവം. അപ്പൊ മരണത്തിൽ പോലും ക്ഷമിക്കുന്നവരാണ്, പ്രതികാരത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തവരാണ് ദൈവസഭ. എന്നാൽ ഇവിടെ ഈ ആത്മാക്കൾ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു. ഇത് സഭയല്ല എന്നുള്ളതിന് രണ്ടാമത്തെ തെളിവ്. സഭയിൽ എന്തേ രക്തസാക്ഷികൾ മാത്രമുള്ളോ? സഭയുടെ ഒരു ചിത്രമായിരുന്നു ഇത് എങ്കിൽ, പുതിയ നിയമസഭയിൽ മരിച്ചവരുടെ ഒരു ചിത്രമായിരുന്നു ഇത് എങ്കിൽ, രക്തസാക്ഷികൾ മാത്രം ആയിരിക്കില്ലായിരുന്നു. സ്വാഭാവികമായി മരിച്ചവരും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അവിടെ ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ, രക്തസാക്ഷികളായവരുടെ മാത്രം ആത്മാക്കളെ കണ്ടു എന്നുള്ളത് സഭയല്ല എന്നുള്ളതിന് തെളിവാണ്. സഭയിൽ സാധാരണയായിട്ട് സ്വാഭാവികമായി മരിച്ചവരുമുണ്ട്, രക്തസാക്ഷികളുമുണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രം കണ്ടതുകൊണ്ട് ഇത് സഭ അല്ല, സഭയല്ല. ഇത് സഭയല്ല എന്നുള്ളതിന് മൂന്നാമത്തെ തെളിവ്, അവരെ നിലവിളിക്കുമ്പോൾ എന്താ കർത്താവ് പറയുന്നത്? കുറച്ചു കാലം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അടങ്ങി പാർക്കണം.
കാരണം നിങ്ങളെപ്പോലെ കൊല്ലപ്പെടാൻ ഇനിയുമുണ്ട് കുറച്ചു പേര്. അവരും കൂടെ ഇങ്ങ് വന്നിട്ടേ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ കർത്താവ് പറയുകയാണ്, ഇനിയും കുറെ പേരും കൂടെ നിങ്ങളെപ്പോലെ രക്തസാക്ഷികളായിട്ട് ഇവിടെ വരാനുണ്ട്. എന്ന് വെച്ചാൽ സഭാകാലത്ത് കർത്താവിന്റെ വരവിന് കുറച്ചുപേരും കൂടെ രക്തസാക്ഷികളാക്കാനുണ്ട്. അതുകൊണ്ട് അവരും കൂടെ രക്തസാക്ഷികളായ ശേഷം പോകാം എന്നും പറഞ്ഞാണോ കർത്താവ് താമസിക്കുന്നത്? അല്ല. അതേസമയം ഇവിടെ കർത്താവ് താമസിക്കുന്നതിന് കാരണം ഇനിയും ചില രക്തസാക്ഷികൾ കൂടെ വരാനുണ്ട്. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഇത് സഭയല്ല. മറ്റൊരു തെളിവ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നാം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിച്ചു, ഇതിന്റെ ശേഷം ഞാൻ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും അത് കൂട്ടിച്ചേർത്ത് ബാക്കി ഭാഷകളിൽ നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത. അപ്പോൾ ജാതികളിൽ നിന്നുള്ളവരായി. എന്നാൽ സഭാകാലയളവിൽ യഹൂദനും ജാതിയും വ്യത്യസ്തരായിട്ടാണോ പറയപ്പെടുന്നത്? അല്ല. ഇവിടെ 7-8 വരെ, 1 മുതൽ 8 വരെ യഹൂദന്മാരെ കുറിച്ചും 9 തൊട്ട് യഹൂദന്മാരല്ലാത്ത ജാതികളെ കുറിച്ചും പറയുന്നു. എന്ന് വെച്ചാൽ യഹൂദനെയും ജാതിയെയും വേർതിരിച്ച് പറയണമെങ്കിൽ അതൊരു സഭാകാലമല്ല. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. ഇത്രയും വ്യക്തമാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇവയെല്ലാം സംഭവിക്കുന്നതിന് മുമ്പേ സ്തോത്രം, ദൈവത്തിന്റെ സഭ മണവാളനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടും. ആ പ്രത്യാശയോടെ നമുക്ക് ഇന്ന് രാത്രിയിലും പിരിയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.